ഓണം എല്ലാവരുടേതുമാണോ ഹിന്ദുക്കളുടേത് മാത്രമാണോ എന്നതായിരുന്നു ആദ്യ പ്രശ്നം. ഓണം കടുത്ത മതചിഹ്നങ്ങളും ബിംബങ്ങളും പേറുന്ന ഹൈന്ദവ ആഘോഷമാണെന്ന നിലപാടെടുത്തു ചില മുസ്ലിം സംഘടനകൾ. പിന്നീട് മഹാബലി വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്നതായി ചോദ്യം. ദളിത് പിന്നാക്ക സ്വത്തും അവകാശപ്പെടാവുന്ന മഹാബലി എന്ന അസുര രാജാവിനെ കുടവയറുള്ള വെളുത്ത തടിയനാക്കിയത് ശരിയല്ലെന്നാരോപിച്ച് ചിലർ കറുത്ത ബലിയെ വരച്ചു. മഹാബലിയെ ദളിതനാക്കുന്നത് പക്ഷേ മറ്റു ചിലർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ മറ്റൊരു വഴിക്ക് വാമന പെരുമയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഓണസദ്യയിൽ വിളമ്പേണ്ടതെന്തെന്നതും തർക്കവിഷയമാണ്. നാക്കിലയിൽ പച്ചക്കറി മാത്രം മതിയെന്ന് ഒരു കൂട്ടർ, പോരാ മീനും ഇറച്ചിയും പണ്ടുമുണ്ട് ഇനിയും വേണമെന്ന് മറുവിഭാഗം. ഏതായാലും ഓണം പോലെ വൈവിധ്യം നിറഞ്ഞതും സദാ വിവാദ കേന്ദ്രവുമായ ഒരു ആഘോഷവും വേറെയുണ്ടാവില്ല. നമ്മൾ തന്നെയാണ് ഈ രൂപവും ഭാവങ്ങളൊക്കെ പലർക്കും സൃഷ്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ മഹാബലിയെ തന്നെ ഭാഗവതത്തിൽ ഒരു ദൃഢഗാത്രനായിട്ടുള്ള ഒരു യോദ്ധാവായിട്ട്, ഒരു കെങ്കേമനായിട്ടുള്ള ഈ പോരാളിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആ മഹാബലിയെ, ഇത്രയും മഹാബലിയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ മഹാബലി നമ്മൾ എങ്ങനെ ചിത്രീകരിക്കുന്നു? ഒരു കപ്പട മീശയും ഒരു കുടവയറും ഒരു ഓലക്കൊടയായിട്ട്. ഈ ഒരു ചിത്രം എവിടുന്ന് കിട്ടി? ഞാൻ 2-3 സ്ഥലത്ത് വേഷം കെട്ടി നോക്കുമ്പോൾ ഒരു പൂണൂല് സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എവിടുന്ന് കൊണ്ടുവന്നു? ശരി, ഭാഗവതം മഹാബലി വെളുത്ത നിറക്കാരനാണ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കറുത്ത നിറക്കാരനും ആവാം. അതിലൊന്നും ആക്ഷേപമില്ലല്ലോ. ഈ മഹാബലി കറുത്തു പോയി എന്നൊന്നും ആക്ഷേപമില്ല. ഈ ഒരു കുടവയറും കപ്പട മീശയും ഈ ഒരു ഓലക്കൊടയൊക്കെ ആയിട്ട് എവിടുന്ന് സൃഷ്ടിച്ചു ഈ കഥാപാത്രത്തെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുടവയർ എന്താ മഹാബലിക്ക് പറ്റത്തില്ലേ? ഞാൻ ലോജിക്കലി ചോദിക്കുക. കപ്പട മീശ പറ്റത്തില്ലേ? മലയാളികൾക്ക് എല്ലാവർക്കും മീശയുണ്ട്. ഇച്ചിരൂടെ വലിയൊരു മീശയായാൽ പ്രശ്നം എന്താ? മഹാബലി നല്ല കറുത്ത് മുടി നീട്ടി വളർത്തി ആരോഗ്യ ദൃഢഗാത്രനായ നല്ല പൊക്കമുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രമായി മറ്റ് ചിത്രകാരന്മാരും ഭാവനയെ കണ്ടിട്ടുണ്ട്. ഇതാണ് മിത്തുകളുടെ ഒരു. പക്ഷേ അസുരന് പകരം ഈ ദളിതനെ നിങ്ങൾ വെക്കുന്നതാണ് പ്രശ്നം. ഇല്ല, ഞാൻ വെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ ആരും പറഞ്ഞായിട്ടും എനിക്കറിയത്തില്ല. ഞാൻ ഇതൊക്കെ മിത്തായിട്ട് മാത്രമാണ് കാണുന്നത്. സത്യത്തിൽ ഈ വാമന ജയന്തി തർക്കം നടക്കുന്നതിന് കുറേ വർഷം മുമ്പ് തന്നെ SIO എത്രയോ നാളായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓണം ഹിന്ദു ആഘോഷമാണ്. ഇപ്പുറത്ത് വലിയൊരു വിവാഹം ഹിന്ദു ജനവിഭാഗം നിന്നുകൊണ്ട് പറയുന്നു ഓണം ഹിന്ദു ആഘോഷമല്ല, എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു സാധനമാണ്, അതിനകത്ത് ഹിന്ദു സാധനങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്ന്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പെട്ടെന്ന് RSS അത് പറഞ്ഞു തുടങ്ങി. സ്വത്വവാദികൾക്ക് ഇത് ഞങ്ങളുടേത്, അത് അവരുടേത്, ഇത് അവരുടേത്, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആഘോഷങ്ങൾ. കൂടി അവധി ആഘോഷിക്കുന്ന ഒരു സമയം എന്നല്ലാതെ ഓണത്തിനെ മതപരമായി വളർത്തിയെടുക്കേണ്ടത് എല്ലാ തരത്തിലുള്ള സ്വത്വവാദികൾക്കും, മതസ്വത്വവാദികൾക്ക്, ഹിന്ദു സ്വത്വവാദികൾക്കും മുസ്ലിം സ്വത്വവാദികൾക്കും ആവശ്യമായൊരു കാര്യമാണ്. ഈ മഹാബലി ഇങ്ങനെ ഈ കപ്പട മീശയും കുടവണ്ടിയൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. അത് നമ്മൾ അറിയണമേ സാർ. 1960-70-കളിലെ മലയാള സിനിമ നോക്കിയാൽ മതി. അതിൽ ഓണമുണ്ട്. പക്ഷേ ഓണം എന്ന് പറയുന്നത് ഷീലയും നസീറൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നു, അത്തപ്പൂക്കള സദ്യ. അതിലിങ്ങനെ ഒരു മഹാബലി ഇല്ല. ഈ മഹാബലി വന്ന കാസറ്റുകൾ വ്യാപകമായതിനു ശേഷം ശരിക്കും മഹാബലിയായിട്ട് ഇന്നസെന്റിനെയാണ് മലയാളികൾ, അല്ല ഇടക്കാലത്ത് ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ മഹാബലി. ഓണം ആർക്കും എങ്ങനെ ആഘോഷിക്കാം? ഇപ്പോൾ ഒരു പ്രത്യേക ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണെങ്കിൽ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടാകും. സാക്ഷാൽ വാമനൻ വിചാരിച്ചിട്ട് മഹാബലി ഒതുക്കാൻ പറ്റിയിട്ടില്ല. സാക്ഷാൽ വാമനൻ മഹാവിഷ്ണു തന്നെ ആ നിസ്സഹായത പറയുന്നുണ്ട്. പിന്നെയാണ് ഞാനങ്ങനെയാണ് കാണുന്നത് തമാശയോട്. ഇനി മഹാബലിയെ ഒതുക്കാൻ വേണ്ടിയിട്ട്. അല്ല, മഹാബലിയെ ഒതുക്കുന്ന രംഗം അവിടെ അനുഗ്രഹിക്കുന്ന രംഗം മാത്രമേ ഉള്ളൂ. മഹാബലിയെ വളരെ നല്ലൊരു യോദ്ധാവായിട്ടും നല്ല ധർമ്മിഷ്ഠനായിട്ടും അനുഗ്രഹിച്ച എന്തെങ്കിലും ചെയ്തല്ലോ, തലയിൽ ചെറുതായിട്ട് കാല് വെച്ച് അനുഗ്രഹിച്ചു എന്ന് വയ്ക്കും. അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. മഹാബലി എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടാണോ? അല്ല. ധർമ്മിഷ്ഠൻ അല്ലാഞ്ഞിട്ടാണോ? അല്ല. പിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടാണോ? അല്ല. ദേവന്മാർ ചെയ്തിരുന്ന അതേപോലെ ഇപ്പുറത്ത് മഹാബലിയും ചെയ്തു, ആക്രമിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് ആക്രമിച്ചു, ഞങ്ങൾ അങ്ങോട്ടും ആക്രമിച്ചു. അപ്പം മറ്റൊരാളെ ആക്രമിച്ചപ്പം അതിഷ്ടപ്പെട്ടില്ല. അപ്പം വന്ന് ചെറുതായിട്ട് കാല് വെച്ച് ചെറുതായിട്ട് നമ്മൾ അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ തലയിൽ കാല് വെച്ച് അനുഗ്രഹിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ വെക്ക്. അങ്ങനെ തന്നെ പറഞ്ഞാൽ തന്നെ അങ്ങനെ അനുഗ്രഹിച്ചാൽ നീതിയാണോ അത് എന്നൊരു ചോദ്യമുണ്ട്. ആ കഥയ്ക്കകത്ത് തന്നെ എന്തോ ഇൻറ്റേർണൽ കോൺട്രാഡിക്ഷനാണ്. അനീതിയാണ് ചെയ്തത് എന്നിട്ട് അതിനെ ഇന്റേണൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ബ്രാഹ്മണിക്കൽ ഹെജിമോണിക്ക് അകത്ത് തന്നെയുള്ള കോൺട്രഡിക്ഷൻ ആണ്. എന്തിനാണ് ഈ ഓണക്കാലം ആയിക്കഴിഞ്ഞാൽ സകല സാംസ്കാരിക സമ്മേളനങ്ങളും ഇത് ആവർത്തിക്കുന്നത്? ഈ മഹാബലി എന്ന ദളിതനെ ഈ രാജാവ്
തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ തങ്ങളെപ്പോലെ അടിച്ചമർത്തപ്പെട്ട ആ അടിച്ചമർത്തലുകളുമായി സാധർമ്മ്യമുള്ള ഒരു വ്യക്തിയാണ്, തങ്ങളോട് ഐക്യപ്പെടുന്ന ഒരാളാണ് എന്ന് തോന്നുന്നതിൽ എന്ത് അപാകതയാണുള്ളത്? അപ്പോൾ അതിലൊരു അപാകതയില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പിന്നെ ഈ ഒരു എന്താണ് നമ്മളാണ് മഹാബലിയുടെ മഹാബലി പക്ഷക്കാരൊക്കെ നമ്മളാണ് എന്ന് തോന്നാൻ അവിടെ കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ മഹാബലിയെ അടിച്ചമർത്തണം. മഹാബലിയെ അടിച്ചമർത്തിയിട്ടില്ല എന്ന് ഞാൻ എത്രയോ പ്രമാണ ശ്ലോകങ്ങളോടുകൂടിയാണ് പറഞ്ഞത്. അനുഗ്രഹിച്ചയച്ചു.